നമസ്തേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ല നല്ല കമന്റുകൾ ഇടണം കേട്ടോ. അപ്പൊ ഇന്ന് ഏറ്റവും ഈസി ആയിട്ട്, ഇന്ന് തിരക്കുള്ള ദിവസമാണ്, ഏറ്റവും ഈസി ആയിട്ട് ഒരു കറി വെക്കാണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ, ഓണം സീരീസിലെ രണ്ടാമത്തെ കറി ഓലൻ. ഇത് പയറൊക്കെ വേവിച്ചിട്ടാണ് ഓലൻ ഇപ്പോൾ വെക്കുക. പണ്ട് കാലങ്ങളിൽ കുമ്പളങ്ങ മാത്രം, അതായത് ഇളവൻ കണ്ടോ, ഇതേ തേങ്ങാപ്പാലിൽ വെന്തുകൊണ്ടിരിക്കണു. ഇളവൻ എങ്ങനെയാ കട്ട് ചെയ്യാന്നുള്ളത് ഇതേ ഒരു സ്പെഷ്യൽ ഇങ്ങനെയാണ് പണ്ട് വെള്ളത്തിൽ ദേ ഇങ്ങനെ കണ്ടോ, പുളിയില കരയോലും പുടവ ചുറ്റി എന്ന് പറയുന്ന പോലെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ പണ്ട് ഇളവനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് തൊലി കളയേണ്ട ആവശ്യമില്ല, പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടോ, പിന്നെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ. ഇതിപ്പോൾ കുറച്ച് മൂത്തുണ്ട്, ഇതാ കുരുവായി. അപ്പോൾ ഇതിന് കുരും തൊലിയും കളഞ്ഞിട്ട് ഇതാ വേവിക്കാൻ വെച്ചിരിക്കുന്നു. ഇങ്ങനെ കനം കുറഞ്ഞ രൂപത്തിലാണ് ഇത് വെള്ളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ആ കട്ടിങ്ങാണ് ആ ഓലന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കാളനാണെങ്കിലോ 1/2 ഇഞ്ച് കനത്തിൽ കഷ്ണം നുറുക്കും. ഓലനാണെങ്കിലോ നൂലിട്ട പോലെ കണ്ടോ, ഇങ്ങനെ നൂലിട്ട പോലെ വേണം ഇങ്ങനെ അരിഞ്ഞിടാനായിട്ട്. പിന്നെ അവിയലിനാണെങ്കിലോ 1/4 ഇഞ്ച് കനത്തിലാവും. അപ്പോൾ ഓരോ കഷ്ണത്തിനും ഓരോ കറിക്കും ഓരോ കഷ്ണങ്ങളും നുറുക്കുമ്പോൾ സ്പെഷ്യലാണ് അല്ലേ, വ്യത്യസ്ത രീതിയിലാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് കണ്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ കേട്ടോ. അപ്പോൾ 1-ാം പാല് നല്ല, അപ്പോൾ ഇത് 2-ാം പാലിൽ വേവിച്ച ഇഞ്ചിയും പച്ചമുളകും മാത്രം കണ്ടോ, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഉപ്പിട്ട് വേവിച്ച ഓലനാണ്. ഇതിൽ വൻപയറിടും വേവിച്ചിട്ട്. പക്ഷെ അത് ശരിക്കും നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഓലൻ ഇതാണ് സ്പെഷ്യൽ ഓലൻ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ വെന്തു ഇതാ ഇതിലിങ്ങനെ വെന്ത്. ഇത് സദ്യക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫീൽ ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. എനിക്കൊക്കെ ഇഷ്ടമാണ് വെളുത്ത് കറി. അത് ദുർമേധസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വയറ് ഫുള്ളാവുമല്ലോ. ഒരു കാളൻ കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഓലൻ വേണം. സാമ്പാർ കൂട്ടി ഉണ്ണുമ്പോൾ ഇങ്ങനെ വയറ് വീർക്കുമല്ലോ, പരിപ്പൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഓലൻ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അടുത്ത കറി കൂട്ടി കഴിക്കണം. അപ്പോൾ ഓരോ കറികൾ കൂട്ടുമ്പോഴും കുറച്ച് ഓലൻ കൂട്ടി കഴിക്കുമ്പോഴാണ് സ്വാദ് കൂടും. ഓരോ കറികളുടെയും സ്പെഷ്യാലിറ്റി നമുക്ക് ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ഓലിൻ്റെ പ്രത്യേകത. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് ഹേമ സ്പെഷ്യൽ ഓലനാണ്. ഇതാ മുഴുവൻ ഒഴിക്കും. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ കുമ്പളങ്ങ ദുർമേധസ് കുറക്കിട്ടോ ശരീരത്തിൻ്റെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം, നല്ലതാ ശരീരത്തിന്. വലിയ എരിയും പുളിയൊന്നും ഇല്ലാത്ത ഇതാ കണ്ടോ, ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണ തൂവി കഴിഞ്ഞാൽ നല്ല ഓണസദ്യ സ്പെഷ്യൽ റെഡി. ഓലൻ റെഡി. വറുത്തിടേ ഒന്നും വേണ്ട. ഇനി അധികം പിരിയാൻ പാടില്ല കേട്ടോ. വേണമെങ്കിൽ കുറുക്കി എടുത്തോളൂ നിങ്ങൾ. എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പോൾ ബൈ എല്ലാവർക്കും. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒരിക്കൽ കൂടി ശുഭദിനം.